ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിലാക്സ് ആൻഡ് വാച്ച്. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് IRCTCയിൽ, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ ബുക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ഉള്ള ആപ്പാണ് IRCTC എന്ന് പറയുന്നത്. അപ്പോൾ IRCTCയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ലോഗിൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഏതൊരു ആപ്പും ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ ചെയ്തതിന് ശേഷം മറ്റുള്ള ആപ്പുകൾ പോലെ അത്ര ഈസി ആയിട്ട് അങ്ങ് രജിസ്റ്റർ ചെയ്യാൻ പോകാൻ പറ്റില്ല. സോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോണിൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് IRCTC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ IRCTC ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് എന്ന് വരുന്നുണ്ട്. ഇത് ഈ എംബ്ലമാണ് ശരിക്കുമുള്ള IRCTC റെയിൽ കണക്ട്, അതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ആപ്പ്. അത് ഡൗൺലോഡ് ചെയ്യുക. ഇതിപ്പോൾ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആക്സസ് ടു ഫോണിലും അലോ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലോഗിൻ കൊടുത്തതിന് ശേഷം ഈ ചേഞ്ച് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് യൂസർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും രജിസ്റ്റർ യൂസർ മാത്രമുള്ള ഒരു ടാബ് വരും, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ യൂസർ രജിസ്ട്രേഷൻ പാനലിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇത് രണ്ടും IRCTCയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഒരു മൊബൈൽ നമ്പറോ ഇമെയിൽ ID യോ ആവാൻ പാടില്ല. അപ്പോൾ ഇത് എൻട്രി കൊടുക്കുമ്പോൾ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയും ഈ നമ്പർ അവൈലബിൾ ആണ് രജിസ്റ്റർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഇമെയിൽ ID അവൈലബിൾ ആണെന്നുള്ള കാര്യം അത് വന്നിട്ട് പറയും. അപ്പോൾ നമുക്കിവിടെ മൊബൈൽ നമ്പർ കൊടുക്കാം. ഇപ്പോൾ മൊബൈൽ നമ്പർ ഈസ് അവൈലബിൾ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അടുത്തത് ഇമെയിൽ ID. ഇമെയിൽ ID യും അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഇതും ഞാൻ നേരത്തെ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ യൂസർ ID, പാസ്വേഡ് ഇത് രണ്ടും കൊടുക്കണം. യൂസർ ID യും അതുപോലെ തന്നെ കൊടുക്കുമ്പം അത് പറയും യൂസർ നെയിം ID ഈസ് അൺഅവൈലബിൾ എന്ന് പറയും. അപ്പോൾ അതിന് ഉള്ള രീതിയിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലുമൊക്കെ ചേർത്ത് അതിനനുസരിച്ചുള്ള രീതിയിൽ യൂസർ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് അവൈലബിൾ എന്ന് വരണം. യെസ്, ഈ യൂസർ നെയിം അവൈലബിൾ ആണ്. പാസ്വേഡ് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും മിനിമം ഉണ്ടാവണം. അതായത് അത് പാസ്വേഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, സ്മോൾ ലെറ്റർ ഉണ്ടാവണം, ഒരു നമ്പർ ഉണ്ടാവണം. ഇത് മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം അത് നോക്കാം നമുക്ക്. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ആ ഷോ പാസ്വേഡ് കാണിച്ചോളുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ബാക്കി പേര്, കാര്യങ്ങൾ അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി, സീക്രട്ട് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും നമ്മുടെ പെറ്റിൻ്റെ നെയിം എന്താണ്, അങ്ങനെ എന്തെങ്കിലും സീക്രട്ട് ക്വസ്റ്റ്യൻ അതിലുണ്ടാവും. അത് സെലക്ട് ചെയ്ത് അതിനൊരു ആൻസർ കൊടുത്ത് വെച്ചോളാം. ഇത് ഓർത്ത് വെച്ചോളാം. അപ്പോൾ പാസ്വേഡിന് അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു അതിലൊരു ന്യൂമറിക് ഡിജിറ്റ് ഉണ്ടാവണം, ഒരു അക്കം ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ക്ലിയർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റിലേക്ക്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് റെസിഡൻറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. അപ്പോൾ റെസിഡൻറ്റ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ കോപ്പി റെസിഡൻറ്റ് അഡ്രസ് ടു ഓഫീസ് അഡ്രസ്സ് അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമ്മൾ വീണ്ടും ഇതെല്ലാം ഒന്ന് ഓഫീസ് അഡ്രസ്സ് തനിയെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ അങ്ങ് സെലക്ട് ചെയ്തോളൂ.
പിൻകോഡ് കൊടുക്കണം. പിൻകോഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സിറ്റി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിക്കോളും. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് അതെല്ലാം സെലക്ട് ആയിക്കോളും. ഫോൺ നമ്പർ അഗെയിൻ വീണ്ടും ഇവിടെ ഒന്നുകൂടെ കൊടുക്കുക. നെക്സ്റ്റ്. സോ ഇപ്പം ഇവിടെ ഓഫീസ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ കോപ്പി കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് വീണ്ടും ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനൊന്ന് ബാക്ക് പോയിട്ട് അവിടെ കോപ്പി കൊടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പിയായി. ഒരു ഇമേജ് വരുന്നുണ്ട്. ഇതിൽ ഓൾ ഇമേജസ് വിത്ത് ടാക്സീസ് ഉള്ള ഇമേജ് എല്ലാം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ടൈപ്പ് കോമ്പിനേഷൻ ഓഫ് ഇമേജസ് ആയിരിക്കും വരുന്നത്. അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇനിഷ്യൽ സെറ്റപ്പ്. നമ്മുടെ ഡീറ്റെയിൽസിലൊക്കെ പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ, നമ്മുടെ ഇത് സെറ്റപ്പ് ഇത് രജിസ്റ്റർ ആയിട്ട് നമ്മളുടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വീണ്ടും സൈൻ ഇൻ പേജിൽ പോയിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നോക്കണം. അപ്പോൾ വെരിഫിക്കേഷൻ വരും. നമ്മൾ അയച്ച ഇമെയിലിലേക്കും മൊബൈൽ നമ്പറിലേക്കും വെരിഫിക്കേഷൻ ഐ ഡി വരും. ഇത് രണ്ടും വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് കാരണം തെറ്റായിട്ടുള്ള നമ്പർ കൊടുക്കുകയോ നമ്മുടെ കയ്യിലില്ലാത്ത നമ്പർ കൊടുക്കുകയോ ഇമെയിൽ ഐ ഡി കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ടുള്ള ഇമെയിൽ ഐ ഡിയും കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പരും കൊടുക്കുക. അത് രണ്ടും കയ്യിൽ വേണം താനും ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ. ക്യാപ്ച കൊടുത്തു. ലോഗിൻ കൊടുക്കുമ്പോൾ വെരിഫൈയിങ് യൂസർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് യൂസർ ഐ ഡി, മൊബൈൽ നമ്പർ, നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പർ ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം മൊബൈൽ നമ്പറിൽ വന്ന SMS കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതേപോലെ മെയിലിൽ പോയി ചെക്ക് ചെയ്യണം. ഇനി അടുത്തത് മെയിലിൽ പോയി ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ വന്നിട്ടുള്ള OTPയും ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ താഴെ ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ OTP കോഡ്യൂസ് എന്നുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് നമുക്ക് മറ്റേടത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ വീണ്ടും ലോഗിൻ പേജിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ പാസ്വേഡ് കൊടുത്ത് കറക്റ്റായിട്ട് ലോഗിൻ ചെയ്ത് നമ്മുടെ ബുക്കിംഗ് പേജിലേക്ക് പോവാം. പിന്നെ അവിടെ നമുക്ക് എവിടുത്തേക്കാണ് എവിടുന്ന് സോഴ്സ് ഡെസ്റ്റിനേഷൻ രണ്ടും സെലക്ട് ചെയ്ത് ഏത് ക്ലാസ് ഓഫ് ട്രാവലാണ് ആവശ്യമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ബുക്കിംഗ് പേജ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഈ യൂസർ ഐ ഡി പാസ്വേഡ് ഇപ്പോൾ കൊടുത്ത് നമ്മൾ ലോഗിൻ ആകുമ്പോൾ ഒരു പിന്ന് ചോദിക്കുക. അത് നമ്മളൊരു പിൻ ജനറേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 4 അക്കമുള്ള പിൻ, നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 4 അക്കമുള്ള പിൻ വന്നിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിനായി, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിനായി നമുക്ക് നേരെ സൈറ്റിനുള്ളിലേക്ക് പോകും. ഇപ്പോൾ ഇത് പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് ഇതിലേക്ക് പോയിട്ടാണ് ചെയ്യുന്നത്. ഈ പിന്ന് മാത്രം കൊടുത്തുകൊണ്ടേക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ ഇൻ്റർഫേസ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക. ആവശ്യമുള്ള ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ബുക്കിംഗ് പേജിലേക്ക് പോവുക. ഇപ്പോൾ ഈ ബുക്കിംഗ് പേജിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള സ്റ്റേഷനാണോ കൊടുക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിൻ ആ സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിനാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ IRCTC ആപ്പിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടില്ല ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആപ്പുകൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ എങ്ങനെ ബുക്ക് ചെയ്യാം, സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ, ട്രെയിൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ, ഏത് ക്ലാസ് ബുക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. തുടർന്നുള്ള വീഡിയോകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾ മിസ് ചെയ്യാതെ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.